ദൈവമേ, ആ നിലവിളി ശബ്ദം ഇടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ, ഭയങ്കര വെയിലാണ് ഗൈസ്. ഞങ്ങൾ ചക്കുനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കഴിക്ക് കുടിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തേ വണ്ടി. പിന്നെ ആ വണ്ടി ഓൺ ആകുന്നില്ല, ഫുൾ ഓഫ് ആയിപ്പോയി, സ്റ്റാർട്ട് ആകുന്നേ. ആ അതാണ് ഇപ്പം ഞങ്ങൾ വെയിലത്തൂടെ വണ്ടി ഉന്തിക്കൊണ്ട് ഇതിൻ്റെ കുറച്ചപ്പുറത്ത് TVSൻ്റെ ഇതുണ്ട്, സർവീസ് സെൻ്റർ ഉണ്ട്. അങ്ങോട്ട് ഞങ്ങൾ വണ്ടി ഉന്തിക്കൊണ്ട് പോവുകയാണ് ഗൈസ്. പാപി ചെല്ലുന്നിടം പാതാളം എന്നുള്ളത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അതിപ്പോൾ ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഞങ്ങളുടെ അവസ്ഥ നോക്കൂ ഗൈസ്. ഒരു വെയിലത്ത് വണ്ടി ഉന്തിക്കൊണ്ട് പോന്നു. ചക്കുവാണെങ്കിൽ നടക്കാൻ മേല, അതുകൊണ്ട് ചക്കുവാണെങ്കിൽ വണ്ടിയുടെ മണ്ടയ്ക്ക് കയറിയിരിക്കുക. ഞങ്ങൾ TVSൻ്റെ ഷോറൂമിൽ വിളിച്ചപ്പം, സർവീസ് സെൻറ്ററിൽ വിളിച്ചപ്പോൾ അവർ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ മുത്തിന് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാനുള്ള ഇത് ക്ഷമയില്ല. അതുകൊണ്ട് മുത്ത് ഉന്തിക്കൊണ്ട് പോവുകയാണ് ഗൈസ്. തണുപ്പത്ത് വല്ലതും നിൽക്കാം, അവർ 10 മിനിറ്റ് കഴിയുമ്പോൾ വരുമെന്ന്. പക്ഷേ മുത്ത് പറയുന്നു അവന്മാർ ചുമ്മാത് പറയുന്നയാ 10 മിനിറ്റ് ഒന്നും കഴിഞ്ഞാൽ വരത്തില്ലെന്ന്. അതുകൊണ്ട് എന്താ ഞങ്ങളിപ്പോൾ ഉന്തി നടക്കുകയാണ് ഗൈസ്. ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയതാ ചക്കുനെ കൊണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഹോസ്പിറ്റലിൽ ഫുള്ള് തിരക്ക്. എന്നിട്ട് കഴിച്ചിട്ട് പോലും ഇല്ല. ഇപ്പോൾ കുറേ സമയമായി. ഞങ്ങളങ്ങനെ ഓടിച്ച് മുത്ത് ക്ഷീണിച്ച് ഗൈസ്. അങ്ങൂന്ന് ഓടിച്ചോണ്ട് വന്നെയാണ്. ഇതിപ്പോ കേറ്റോ, അങ്ങോട്ട് ഉന്തി ഉന്തി മടുത്ത്. ഭയങ്കര മുട്ട വെയിൽ. അവന്മാരിപ്പോ കഴിക്കാൻ പോയപ്പോ പറഞ്ഞു ഇപ്പൊ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നും വരത്തില്ല. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോകുന്നത് ഇനി ഒരു 1/2 കിലോമീറ്റർ അല്ല 1 കിലോമീറ്റർ കൊണ്ടാറുണ്ട്. ഒരു വേലട്ട് മനുഷ്യന് വിശന്ന് കുടൽ കഴിയുവാണ്. ഏത് സമയത്താണോ വെള്ളം കുടിക്കാനുള്ള രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഹോസ്പിറ്റലിൽ തന്നെ കുറെ നേരം പോസ്റ്റ് അടിച്ചു. വണ്ടി സർവീസിന് കൊടുത്ത് എന്നിട്ട് പിന്നെ കരിക്കുകട വന്നപ്പോ ഒരു കരിക്ക് കുടിക്കാന്ന് വിചാരിച്ച് നിർത്തിയതാ. നിർത്തണ്ടായിരുന്നു, ഇപ്പൊ ഓർക്കുന്നു ഗൈസ്. അങ്ങനെ ഉന്തി 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 ഞങ്ങൾ എന്തായാലും സർവീസ് സെൻ്റർ ആയി ഗൈസ്. അവന്മാരാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് വന്നുമില്ല, വിളിച്ചുമില്ല. അതുകൊണ്ട് എന്തായാലും ഉന്തിയത് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും സമയം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നേനെ. പാവമുണ്ട്. ചക്കുനായി നടക്കാൻ മേലാന്ന് പറഞ്ഞ് ചക്കു വണ്ടിയെ കയറി ഇരിക്കുക. അങ്ങനെ ഞങ്ങൾ ഇന്ന് സർവീസ് സെൻ്റർ ഇവിടെ ഏതായിരുന്നടാ, എവിടെയായിരുന്നടാ സർവീസ് സെൻ്റർ? അങ്ങനെ സർവീസ് സെൻ്റർ ആയി ഞങ്ങൾ എത്തി ഗൈസ്. ഇതാണ് സർവീസ് സെൻ്റർ. അവന്മാരാന്തോന്ന് ആരോ വിളിച്ച്. ഇതാണ് നമ്മുടെ TVSൻ്റെ സർവീസ് സെൻ്ററും ഷോറൂമും എല്ലാം കൂടെ ഉള്ളത്. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്തോ പറ്റിയതാണോ എന്തോ ദൈവത്തിന് മാത്രം അറിയാം. ഞങ്ങൾ വണ്ടി സർവീസ് സെൻ്ററിൽ കൊടുത്തു. എന്നിട്ട് ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പയ്യ ക്ഷീണിച്ച് ഒരുപാട് എത്തി. ഭയങ്കര പേരായിരുന്നു. 2 കിലോമീറ്റർ വണ്ടി ഒന്നിക്കൊണ്ട് വന്ന് കണ്ട ഗൈസ്. ഇതിലാണ് ഇലക്ട്രോണിക് സിറ്റിക്കൊക്കെ പോകുന്നത് കേട്ടോ. ഇതുപോലൊരു കരിക്കടയിൽ പോയി നിന്നതാ. പിന്നെ വണ്ടി എവിടെ നിന്ന് അനങ്ങിയില്ല. കുന്തണ്ടി വന്ന് നട്ടുച്ചയ്ക്ക്. ഇന്ന് മഴയും കൂടായിരുന്നെങ്കിൽ പെട്ടെന്ന് എന്താ ഫ്യൂസ് പോയാന്ന് പറഞ്ഞു. ഈ മേളിൽ കൂടെ പോകുന്നില്ലേ, അതിലാണ് നമ്മൾ നാട്ടിലോടൊക്കെ പോകുന്നത്. നൈസ് റോഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കണ്ടിട്ടില്ലേ, ഹൈവേയിൽ ആ റോഡാണ് മേളിൽ കൂടെ പോകുന്നത് കേട്ടോ. വണ്ടിക്ക് പോകുന്ന കേട്ടോ. അമ്മേ ഭയങ്കര ബ്ലോക്കാണ്. 4 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇങ്ങോട്ട് അടുക്കാനേ പറ്റില്ല. അമ്മാതിരി ബ്ലോക്കാണ്. ചക്കുനും വയ്യ, ചക്കു ചുമച്ചോണ്ടിരിക്കുന്നു. ഭയങ്കര കുഴിയാണ് കഴിച്ച്. അയ്യോ ഭയങ്കര കുഴികളുണ്ടൊരു മാസം തിന്നണല്ലേ. നമ്മുടെ ഇതിലെയാണ് പെന്നാറുകട്ട സൂലൊക്കെ പോകത്തില്ലേ, ആ വഴിയാണിത്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴി നമ്മുടെ മറ്റേ സ്ഥിരം കടയുണ്ടല്ലോ, മറ്റേ ഫ്ലൈറ്റിൻ്റെ മന്തിക്കട. മന്തി കഴിക്കാൻ പോകണം. ചക്കുപ്പിക്ക് മന്തി വേണം. അങ്ങനെ നമ്മൾ പോയിട്ട് മന്തിയൊക്കെ കഴിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് വണ്ടി ശരിയാക്കി വെക്കുമായിരിക്കും. പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ വീണ്ടും നമ്മൾ അടുത്ത സർവീസ് സെൻ്ററിൽ പോകണം, അടുത്ത വണ്ടി എടുത്തോണ്ടല്ലേ. അതിന് ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ പോയി. ഇവിടെയൊക്കെ കരിക്കിന് എന്നാ വിലയെന്നറിയോ ഗൈസ്? 70 രൂപയ്ക്ക് ഒരു കരിക്കിന് ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് മന്തി കഴിക്കാനായിട്ട്. മന്തി ഇവിടെ അല്ലേ ഗൈസ്, ഇതിൻ്റെ അപ്പുറം
കഴിച്ച് അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഫൈനലി ഞങ്ങൾ കടയിൽ വന്ന് കഴിക്കാനായിട്ട് മന്തി അങ്ങനെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അൽഫാം മന്തിയാണ് മേടിച്ചേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 2 മോജിത്തോ മേടിച്ചിട്ടുണ്ട്. അത് 2 വന്നിട്ടുണ്ട്. കുറേ നേരം അവരെന്തോ കൊച്ചു പിള്ളേരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് അതുങ്ങൾ വന്നത്. 2 പേരോടെ മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഒരുത്തനോടെ ഫോണെ കളി, എൻ്റെ ഫോണും കൊണ്ട് പോയി കളിക്കാനായിട്ട്. അമ്മൂസ് കരിഞ്ഞിരിക്കുകയാണ്. ഒരു മോജിത്തോ, ഒരു സ്ട്രോബെറി, ഒരു പാഷൻ ഫ്രൂട്ട്, അങ്ങനെ ഇത് 2 ആദ്യം വന്നു. അത് കുടിച്ചപ്പോൾ ഇച്ചിരി സമാധാനമുണ്ട്. ഇനി അടുത്ത ഞങ്ങൾ മന്തിക്ക് വേണ്ടി വെയിറ്റിംഗ്. മന്തി എവിടെ? മന്തി വന്നില്ലല്ലോ. ഇതാണ് കഴിച്ച് ഇവിടുത്തെ ഒരു ആംബിയൻസ്. ആ വെളിയിൽ കിടക്കുന്നതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഇത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. ഈ ചെറുക്കുന്നേ ആ പുള്ളിക്കാരൻ മലയാളി കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മലയാളിയാണെന്ന് മനസ്സിലായത്. വന്നപ്പോൾ തന്നെ ചോദിച്ചു ഓർഡർ കൊടുത്തോ. ക്ഷീണിച്ച് ഇനി വീഡിയോ എടുക്കാനുള്ള ത്രാണിയില്ല. ഞങ്ങൾ കുഞ്ഞു വീഡിയോ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ അൽഫാം വന്ന് ഗൈസ്. കണ്ടോ ഞങ്ങളുടെ അൽഫാം. മുട്ടനൊരു അൽഫാം. പീസിൻ്റെ എണ്ണം കുറവാണോടി. വിശന്നിട്ട് വയ്യ. ചോറില്ലെങ്കിലും കുഴപ്പമില്ല, പീസ് കയറിയത്. അമ്മസ് കൊതിയോടെ വാരി എടുക്കുന്നത് എന്താണ്ടിരിക്കും. മാറ്റി സോറി അക്കു, ഇപ്പം മാറ്റാം. ഒരു സെക്കൻഡറാ. ചക്കുപ്പി ഇങ്ങോട്ട് ഈ തിരിച്ച്. ഈ ചെറുക്കനെ പറഞ്ഞ് അൽഫാം വേണം. ഇന്നലെ മോമോസല്ലായിരുന്നു കഴിച്ചു. മോമോസ് കിട്ടിയില്ല. ലാസ്റ്റ് പാനിപ്പൂരി ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഇന്ന് അവൻ അൽഫാമേ കയറി പിടിച്ചു. എന്നിട്ട് ഇന്ന് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരത്ത് വന്നപ്പോഴത്തേക്ക് വണ്ടിയും കേടായി. ഇനി ഇത് കഴിച്ചിട്ട് വേണം വണ്ടി പോയെടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം കഴിച്ച്. ഓക്കെ മോ, കഴിക്കാം. നമ്മുടെ ഫുഡ് കിട്ടിയപ്പോൾ നോക്കുന്നു പോലും ഇല്ല. എന്നാൽ ഓക്കെ ശരി കഴിച്ച്. അങ്ങനെ ഞങ്ങൾ അൽഫാമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ചക്കുപ്പി തണ്ട് ഇവിടെ കളിക്കാൻ പോയി. പുറയിലാണ് ചെറിയ കുറേ സ്ലൈഡറൊക്കെ ഉണ്ട്. അതേ കയറി നിരങ്ങാൻ പോയിട്ടുണ്ട്. അമ്മൂസ് വേണ്ട ക്ഷീണിച്ച് ഇതാണ്ട് കറങ്ങി നടക്കുന്നത്. അതുകൊണ്ട് അതിലെ വയറും തിരുമ്പി അടക്കോ നിറഞ്ഞിട്ട്. അൽഫാം നടക്കാൻ പോയിരുന്നു. മന്തി കഴിഞ്ഞിട്ട് നടക്കാൻ പോയിരുന്നു. അപ്പം ഞങ്ങൾ പോയി ഇനി വണ്ടിയൊക്കെ പോയി നോക്കട്ടെ ഗൈസ്. അപ്പോൾ വണ്ടി ഇനി നോക്കാൻ ഇവിടുന്ന് പോകണം. ചക്കുപ്പി തണ്ട് പുറകെ കൂടെ നിരങ്ങി വന്നിട്ട് നമ്മ പിടിക്കട്ടെ ഗൈസ്. ചക്കുപ്പി വരണ്ട, ഞാൻ വരുന്നു. അങ്ങനെ ഞാൻ അമ്മൂസിനും ചക്കുപ്പിയും വീട്ടിൽ കൊണ്ട് വിട്ടു. എന്നിട്ട് ഞാനിപ്പോൾ സ്കൂട്ടർ എടുക്കാൻ വീണ്ടും തിരിച്ച് പോവാം. ഭയങ്കര തിരിച്ച് ഓരോ ഓട്ടക്കാരനെ കിട്ടിയതാണെങ്കിൽ അങ്ങനെ എന്നെ വെച്ച് പറപ്പിക്കുവാൻ. പുള്ളിയാണ് ചലക്കി എടുക്കുന്ന പോക്കാണ്. വളവൊക്കെ എടുത്ത് വളവ് നേരെ നാട്ടിലുള്ള ട്രാൻസ്പോർട്ട് ബസ്സല്ല അങ്ങനത്തെ ഡ്രൈവറായിട്ടാണ് നടക്കുന്നത്. അമ്മാതിരി പോക്കാണ്. വണ്ടിയിലൊക്കെ മൂത്ര വിട്ടിച്ച് വരുന്ന പോകും പുള്ളിക്കാരൻ. വണ്ടി കൂടെ പോകാനൊക്കെ വേറെ ഈ മാറ്റിക്കൊണ്ട് നേരെ ഒന്ന് തട്ടിട്ട് പോകും. അമ്മാതിരി പോക്കാണ് പുള്ളിക്കാരൻ കൊണ്ടിരിക്കുന്നത്.